സ്വരാജ്, സ്വദേശി തുടങ്ങിയ പദങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സമ്മാനിച്ചത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. മൊബൈൽ ഫോൺ എറിയൽ ഒരു ഔദ്യോഗിക വിനോദമായും ലോക ചാമ്പ്യൻഷിപ്പായും നടത്തുന്ന രാജ്യമേതാണ്? ഉത്തരം ഫിൻലാൻഡ്. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം ആരുടെ രചനയാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. മണ്ടരിബാധ ഏത് കൃഷിയെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം തെങ്ങ് കൃഷി. ഒന്നിച്ചു നിന്നാൽ ഏത് കാര്യവും സാധിക്കാം എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലിൽ പണ്ട് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണം പരാമർശിക്കുന്നുണ്ട്. ഏത് ഉപകരണമാണത്? ഉത്തരം ഉലക്ക. സ്മാർട്ട് ഫോണുകളിലും വെബ് ക്യാമറകളിലും സ്വയം എടുക്കുന്ന ഫോട്ടോയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം സെൽഫി. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. കണ്ണീരും കിനാവും എന്ന ആത്മകഥ നമ്മുടെ നാടിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഈ ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ രംഗത്തെ വിദഗ്ധനായിരുന്ന KPP നമ്പ്യാർ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു? ഉത്തരം കെൽട്രോൺ. പണ്ട് പല ജാതിയിൽപ്പെട്ടവർക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഇതിനെതിരെ നടന്ന സമരം ഏതാണ്? ഉത്തരം പന്തിഭോജനം. അന്താരാഷ്ട്ര കടുവ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 25. പ്രകാശത്തെ സംബന്ധിക്കുന്ന കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഗ്യാസ് ചോർച്ച തിരിച്ചറിയുന്നതിനായി ഗ്യാസിൽ ചേർക്കുന്ന പദാർത്ഥമേതാണ്? ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൻ. മാനസമൈനേ വരൂ മലയാളിയുടെ മനം കവർന്ന ഈ സിനിമാ ഗാനം ആലപിച്ച ഗായകൻ്റെ പേരെന്താണ്? ഉത്തരം മന്നാഡെ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. 1930 ഏപ്രിൽ 13 എവിടെ വെച്ചാണ് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത്? ഉത്തരം പയ്യന്നൂർ ഒളിയത്തുകടവ്. കാളിദാസൻ്റെയും സൂർദാസിൻ്റെയും വ്യാസൻ്റെയും വാൽമീകിയുടെയും ടാഗോറിൻ്റെയും പേരിൽ ഗർത്തങ്ങൾ ഉള്ളത് ഏത് ഗ്രഹത്തിലാണ്? ഉത്തരം ബുധൻ. കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം ഏതാണ്? ഉത്തരം പീതബിന്ദു. ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. നാസികൾ ജൂതരോട് ചെയ്തത് തന്നെ ജൂതർ പലസ്തീൻ ജനതയോട് ചെയ്യുന്നത് കാണുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് ചുട്ട മറുപടി കൊടുത്ത ഒരു കൊച്ചു രാജ്യമുണ്ട്. 1955 മുതൽ 1973 വരെ നടന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു. രാജ്യമേത്? ഉത്തരം വിയറ്റ്നാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം
EMS. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്ന് 2017 കണ്ടെത്തിയ നീളമുള്ള കാലുകളുള്ള ഞണ്ടുകളുടെ പേരെന്താണ്? ഉത്തരം കാണിഞണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം മണിപ്പൂരിൽ ഏത് തടാകത്തിലാണ്? ഉത്തരം ലോക്തക്. ഒക്ടോബർ വിപ്ലവം ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച പുസ്തകം ഏതാണ്? ഉത്തരം ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിനങ്ങൾ. യമനിലെ ഡമീറിൽ ജനിച്ച ഒരാൾ പിന്നീട് കേരളത്തിലെത്തി നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇദ്ദേഹം ആരായിരുന്നു? ഉത്തരം മമ്പുറം തങ്ങൾ. ലോകത്തിലെ ആദ്യ തുറമുഖം ഏത്? ഉത്തരം കൊച്ചി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ രചിച്ചതാരാണ്? ഉത്തരം കുമാരനാശാൻ. ആസാമിലെ ഏതു വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് 1942 ഗോഹ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതിന് കൊല ചെയ്യപ്പെട്ടത്? ഉത്തരം കനകലത ബറുവ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം ഡെൽ വ്യൂസ്, തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോസ്റ്ററിക്ക. ചക്കപ്പഴം ഏതു രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ്? ഉത്തരം ബംഗ്ലാദേശ്. ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലത്ത് അശോക ചക്രവർത്തി പണിത സ്തൂപത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത്. എവിടെയായിരുന്നു ഈ സ്ഥലം? ഉത്തരം സാരനാഥ്. 2000 വർഷത്തിൽ കൂടുതൽ ചരിത്രമുള്ള ഭാഷകൾക്ക് ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന പ്രത്യേകാംഗീകാരമാണ് എന്ത്? ഉത്തരം ശ്രേഷ്ഠ ഭാഷാ പദവി. ഇന്ത്യയിൽ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്? ഉത്തരം സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം. ശ്രേഷ്ഠ ഭാഷാ പദവി മലയാളത്തിന് ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 2013. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം തുടങ്ങിയ വർഷം? ഉത്തരം 1969. 2019 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക്? ഉത്തരം രജനീകാന്ത്.